MT വാസുദേവൻ നായരെ അനുസ്മരിക്കുകയാണ് സാഹിത്യ അക്കാദമി മുൻ ചെയർമാൻ പൈപ്ര രാധാകൃഷ്ണൻ. സെക്രട്ടറി ഏതാണ്ട് അരനൂറ്റാണ്ട് MTയുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അരനൂറ്റാണ്ട് മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന എൻ്റെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒറ്റ വരിയിലുള്ള ഒരു കത്ത് ഇന്ന് ഞാൻ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നു. മലയാളത്തിന് ഒരിക്കലും നികത്താനാവാത്ത അക്ഷരപുണ്യമാണ് മാഞ്ഞു പോകുന്നത്. ഏറ്റവും മഹാനായ പത്രാധിപർ, വലിയ എഴുത്തുകാരൻ, ചലച്ചിത്രകാരൻ, ഇങ്ങനെ എത്രയെത്ര മേഖലകളിൽ അദ്ദേഹം അനശ്വരനായി കാലത്തെ അതിജീവിച്ച് നിൽക്കും. നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. MTയുടെ കത്തുകൾ തേടിയെത്താത്ത എഴുത്തുകാരുണ്ടാകുമോ അല്ലെ മലയാളത്തിൽ? അദ്ദേഹം പത്രാധിപരായിരിക്കുമ്പോൾ അതെ, അദ്ദേഹം പ്രധാനമായിട്ട് അന്ന് കത്തുകളിലൂടെ ആയിരുന്നു അന്നത്തെ ആശയവിനിമയം. മാത്രമല്ല ഈ കഥകളോ ലേഖനങ്ങളോ കവിതയോ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ കത്തിനകത്ത് 2 വരിയേ ഉണ്ടാവുള്ളൂ. കഥ ചേർക്കുന്നതാണ് കഥ നന്ന് ചേർക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് 2 വരികളെ ഉണ്ടാവുള്ളൂ ആ കത്തിൽ. അപ്പം അങ്ങനെയുള്ള കത്തുകൾ വളരെ നിധി പോലെ എഴുത്തുകാരൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കത്തിൽ ഒരുപക്ഷെ ചില നിർദ്ദേശങ്ങളുണ്ടാവും. ഇനി കഥയോ കവിതയോ നിരസിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണവും അദ്ദേഹം അതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ടാവും. എത്ര വലിയൊരു തിരുത്തായിരിക്കും അത് ഒരു എഴുത്തുകാരന്റെ ജീവിതത്തിൽ. നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇനി ഇതുപോലെ അദ്ദേഹം എഴുതിയതുപോലെ കഥകൾ ഉണ്ടാകുമോ മലയാളത്തിൽ എന്ന്. ഒരുപക്ഷെ ഉണ്ടാവും. കാരണം നമുക്ക് കണ്ടറിയാൻ, നമുക്ക് വെളിച്ചം, നേരത്തെ പ്രമേഷ് തന്നെ പറഞ്ഞല്ലോ, ക്രിസ്മസ് കാലമാണ്, നക്ഷത്രങ്ങളാണ് വഴിതെളിച്ചത് ഉണ്ണിയേശുവിനരികിലേക്ക് ജ്ഞാനികളെ. അങ്ങനെ വഴി നടത്തുന്ന നക്ഷത്രമായി നമുക്ക് മുന്നിൽ ഇവരൊക്കെ ഉണ്ട് എങ്കിൽ ഇനി എന്താണ് മലയാളത്തിന് സാധ്യമല്ലാത്തത്?